നമസ്കാരം. ഫ്രാൻസിനെ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം. പോലീസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഭീകരനാണ് ഫ്രഞ്ച് മാർക്കറ്റ് ടൗണിൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഒരാളെ കുത്തിക്കൊന്നത്. സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക അധികാരികൾ അറിയിച്ചു. ജർമ്മനിയുടെ അതിർത്തിയിലെ കിഴക്കൻ നഗരമായ മൾഹൌസിൽ മാർക്കറ്റിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന രക്തച്ചൊരിച്ചിലും ഭീകരതയാണ് തെളിയുന്നത്. 37-കാരനായ പ്രതി ഭീകരത തടയുന്നതിനുള്ള നിരീക്ഷണ പട്ടികയിലുള്ള ആളായിരുന്നു. ബെർലിനിലെ ഹോളോകാസ്റ്റ് സ്മാരക സ്ഥലത്ത് 19-കാരനായ സിറിയക്കാരൻ സ്പാനിഷ് വിനോദസഞ്ചാരി കുത്തിക്കൊന്നതും ഭീകരാക്രമണമായിരുന്നു. ആക്രമണം നടന്ന ഏകദേശം 3 മണിക്കൂറിന് ശേഷം കൈകളിലും വസ്ത്രങ്ങളിലും രക്തവുമായി ഈ അക്രമി പിടിയിലാവുകയും ചെയ്തു. ഇതിന് പിന്നിലും തീവ്രവാദ പ്രവർത്തനമുണ്ടെന്ന് സ്പാനിഷ് പോലീസ് വിശദീകരിക്കുന്നു. യൂറോപ്പിനെ പിടിച്ചുകുലുക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ കൂടുകയാണ്. ഇതിനെതിരെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും കർശന നിരീക്ഷണം ശക്തമാക്കും. ശനിയാഴ്ച ഫ്രാൻസിലെ മൾഹൌസിൽ നടന്ന പ്രകടനത്തിനിടെയുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നിലെ ഭീകര ഗൂഢാലോചനയും ഗൗരവത്തിൽ അന്വേഷിക്കും. പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിയോടെ നടന്ന അക്രമ സംഭവത്തിൽ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസാര പരിക്കേറ്റു. തീവ്രവാദ പ്രതിരോധ നിരീക്ഷണ പട്ടികയിലുള്ള 37-കാരനായ ഒരാളാണ് ആക്രമണം നടത്തിയത്.